നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK നിയമസ്ഥാപനങ്ങളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നടപടികൾ ശക്തമാകുന്നു. UK നിയമസ്ഥാപനങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിരീക്ഷണം ശക്തമാക്കാൻ തയ്യാറെടുക്കുന്നു. മന്ത്രിമാർ രാജ്യത്തിന്റെ ധനകാര്യപരമായ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ നടപടികൾ കർശനമാക്കാൻ നിയമസ്ഥാപനങ്ങൾ ഒരുങ്ങുകയാണ്. ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി ഇനി നിയമമേഖലയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിരീക്ഷണം നടത്തും. ഇത് കൂടുതൽ കടുത്ത പിഴകൾക്ക് കാരണമാകുമെന്നും വ്യവസായത്തെ പുനർനിർവചിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ 9 വ്യത്യസ്ത മേൽനോട്ടക്കാരിലായി വ്യാപിച്ചു കിടക്കുന്ന നിയന്ത്രണം ഏകീകരിക്കുന്നത് UK അനധികൃത പണത്തിന്റെ കേന്ദ്രമെന്ന ചീത്തപ്പേര് മാറ്റാനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമാണ്. നാഷണൽ ക്രൈം ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ഏകദേശം 100 ബില്യൺ പൗണ്ട് UK വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്. 2027 ഓഗസ്റ്റിൽ പുതിയ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അവലോകനം വരാനിരിക്കെ സർക്കാർ പരിഷ്കാരങ്ങൾക്ക് വേഗത കൂട്ടിയിരിക്കുകയാണ്. പുതിയ മേൽനോട്ടം സങ്കീർണമായ നിയമ നടപടികളിലേക്കും കടുത്ത പിഴകളിലേക്കും നയിച്ചേക്കാം. ഒരു ദിവസം 28 മണിക്കൂർ ജോലി ചെയ്തെന്ന് വ്യാജ റിപ്പോർട്ട്. ബോണസ് തട്ടിയെടുക്കാൻ ശ്രമിച്ച അഭിഭാഷകയെ പുറത്താക്കി. ഒരു ദിവസം 24 മണിക്കൂർ മാത്രമാണെന്നുള്ളതെന്ന അടിസ്ഥാന സത്യം പോലും മറന്ന് ഒരു ദിവസം 28 മണിക്കൂർ ജോലി ചെയ്തെന്ന് അവകാശപ്പെട്ട അഭിഭാഷകയെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും ആജീവനാന്തം വിലക്കി. 70,000 പൗണ്ട് ബോണസ് തട്ടിയെടുക്കാനായിരുന്നു മാഞ്ചസ്റ്ററിലെ ടക്കർ സോളിസിറ്റേഴ്സിൽ ജോലി ചെയ്തിരുന്ന സമീന അഹമ്മദ് ഈ വിചിത്രമായ തട്ടിപ്പ് നടത്തിയത്. ജയിൽ നിയമങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഇവർ താൻ ജോലി ചെയ്ത സമയം രേഖപ്പെടുത്തുന്ന ടൈം ഷീറ്റുകളിലാണ് കൃത്രിമം കാണിച്ചത്. ട്രൈബ്യൂണലിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 2021 ജൂലൈ മുതൽ 2022 ജൂൺ വരെയുള്ള കാലയളവിൽ 266 ദിവസങ്ങളിലായി 7,511 മണിക്കൂർ ജോലി ചെയ്തെന്നാണ് ഇവർ രേഖപ്പെടുത്തിയത്. ഇത് ശരാശരി കണക്കാക്കിയാൽ ഒരു ദിവസം 28 മണിക്കൂറിൽ കൂടുതൽ വരും. കമ്പനിയിലെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് തട്ടിപ്പ് തുടർന്ന സമീനയെ അഭിഭാഷക വൃത്തിയുടെ അന്തസ്സിന് കളങ്കം വരുത്തിയെന്ന് കണ്ട് സോളിസിറ്റേഴ്സ് ഡിസിപ്ലിനറി ട്രൈബ്യൂണൽ അഭിഭാഷക പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. രാജാവിൻ്റെ കോട്ട് ഓഫ് ആംസ് സഹിതം പുതിയ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഏറ്റവും സുരക്ഷിതമായ രൂപം. ഏറ്റവും സുരക്ഷിതമായ പാസ്പോർട്ട് എന്ന വിശേഷണത്തോടെ പുതിയ ബ്രിട്ടീഷ് പാസ്പോർട്ട് പുറത്തിറങ്ങി. ഇത് കിങ് ചാൾസ് മൂന്നാമൻ്റെ ഔദ്യോഗിക കോട്ട് ഓഫ് ആംസ് അടങ്ങിയതാണ്. രാജ്യത്തെ 4 പ്രദേശങ്ങളിലെയും സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ചിത്രങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2020 ബ്രെക്സിറ്റിന് ശേഷം വീണ്ടും നീല നിറത്തിലേക്ക് മാറിയ ബ്രിട്ടീഷ് പാസ്പോർട്ടുകളിൽ വരുത്തുന്ന ഏറ്റവും വലിയ മാറ്റമാണിത്. ഈ പുതിയ പാസ്പോർട്ടുകളിൽ വ്യാജനോ പണം മാറ്റുന്നതിനോ സാധിക്കാത്ത വിധത്തിലുള്ള മെച്ചപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളും ഹോളോഗ്രാഫ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2023 മുതൽ രാജാവിൻ്റെ പേരിൽ പാസ്പോർട്ടുകൾ നൽകുന്നുണ്ടെങ്കിലും മുൻകാല രാജ്ഞിയുടെ കോട്ട് ഓഫ് ആംസ് മാറ്റാതെ സൂക്ഷിച്ചിരുന്നു. ഹോം ഓഫീസ് പറയുന്നതനുസരിച്ച് ഇത് രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാനും മികച്ച പൊതുസേവനം നൽകാനും സഹായിക്കും. പഴയ പാസ്പോർട്ടുകൾ അവയുടെ കാലാവധി കഴിയുന്നതുവരെ സാധുവായിരിക്കും. ആദ്യത്തെ ആധുനിക ശൈലിയിലുള്ള ബ്രിട്ടീഷ് പാസ്പോർട്ട് 1915 അവതരിപ്പിച്ചത്. ആദ്യത്തെ സുരക്ഷാ സവിശേഷതയായ വാട്ടർമാർക്ക് പിന്നീട് 1972 ചേർത്തു. വാടക തട്ടിപ്പിൽ വീടും ജീവിതവും നഷ്ടപ്പെട്ട് പിതാവും മകനും ഭവനരഹിതരായി YMCAയിൽ. വിശ്വസനീയമെന്ന് തോന്നിയ വാടക പരസ്യം കണ്ട് 3,000 പൗണ്ട് നഷ്ടപ്പെട്ട് പിതാവും മകനും ഭവനരഹിതരായി. ബർമിംഗ്ഹാം സ്വദേശിയായ ആദം മകൻ ആർച്ചിയോടൊപ്പം കുടുംബത്തിനടുത്തേക്ക് താമസം മാറാൻ വേണ്ടി ഗ്ലോസ്റ്ററിലെ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പിന് ഇരയായത്. പുതിയ ഫ്ലാറ്റിൽ എത്തിയപ്പോൾ അവിടെ ഇതിനകം മറ്റൊരാൾ താമസിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഒരേ ഫ്ലാറ്റ് 6 പേർക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള ശ്രമം നടന്നിരുന്നു. നിലവിൽ ഇരുവരും ഗ്ലോസ്റ്ററിലെ YMCAയുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. തട്ടിപ്പ് നടന്ന വെബ്സൈറ്റ് വളരെ മികച്ചതായിരുന്നുവെന്നും ഒറിജിനൽ രേഖകളും ടെനൻസി എഗ്രിമെൻസും ലഭിച്ചിട്ടും ഇത് ചതിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലെന്നും ആദം പറയുന്നു. വീടിൻ്റെ ഉടമയെ നേരിട്ട് വിളിച്ചപ്പോൾ ഇത് തൻ്റെ വീടാണെന്ന് അയാൾ പറഞ്ഞു. ഈ സംഭവം രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ഭവനരഹിതരുടെ എണ്ണത്തിന് ഒരു ഉദാഹരണമാണ്. ലേബർ ഭരണത്തിൽ ദരിദ്രർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ അധികാരത്തിലെത്തിയതിനു ശേഷം ഏറ്റവും ദരിദ്ര കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് പകരം കൂടുതൽ വഷളായതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ജൂലൈ 2024 മുതൽ ചെലവുകൾ കഴിച്ചിട്ടുള്ള മിനിമം കുടുംബങ്ങളുടെ ബാക്കിയുള്ള പണം 2.1% കുറഞ്ഞുവെന്ന് റീറ്റെയിൽ എക്കണോമിക്സ് ഡേറ്റ വ്യക്തമാക്കുന്നു. ഇത് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് തിരിച്ചടിയാണ്.
സാമ്പത്തിക വളർച്ച മുരടിപ്പിക്കുകയും നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്തതിലൂടെ സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. അതേസമയം ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങളുടെ കയ്യിലുള്ള പണം 10.3% വർദ്ധിച്ചിട്ടുണ്ട്. ഉയർന്ന പണപ്പെരുപ്പവും നികുതി വർധനവുമാണ് ഇതിന് പ്രധാന കാരണം. താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ ഇപ്പോഴും ഉയർന്ന വിലക്കയറ്റത്തിൻ്റെയും ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൻ്റെയും ഭാരം പേറുകയാണ്. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക വിഷയങ്ങൾ പ്രധാന പ്രചാരണായുധമാക്കാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കുട്ടികൾക്കിനി ചിക്കൻ പോക്സ് പ്രതിരോധ കുത്തിവയ്പ് MMR വാക്സിനോടൊപ്പം നൽകും. UK കുട്ടികൾക്ക് ഇനി മുതൽ മീസിൽസ്, മംസ്, റുബെല്ല വാക്സിനോടൊപ്പം ചിക്കൻ പോക്സിനും പ്രതിരോധ കുത്തിവയ്പ് നൽകും. വെള്ളിയാഴ്ച മുതൽ NHS രാജ്യത്തുടനീളം ഈ സംയോജിത MMRV വാക്സിൻ വിതരണം ആരംഭിച്ചു. 1988 മുതൽ ഉപയോഗിക്കുന്ന MMR വാക്സിന് പകരമായാണ് പുതിയ വാക്സിൻ വരുന്നത്. 12 മാസത്തിലും 18 മാസത്തിലുമുള്ള കുട്ടികൾക്ക് 2 ഡോസുകൾ നൽകും. US, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് ചിക്കൻ പോക്സ് കേസുകളും ആശുപത്രി പ്രവേശനങ്ങളും ഗണ്യമായി കുറച്ചിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യത്തിന് ഇതൊരു വലിയ മുന്നേറ്റമാണെന്നും ഈ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിൻ്റെ ഭാഗമാണിതെന്നും ഡോക്ടർ ക്ലെയർ ഫുൾ പറഞ്ഞിരുന്നു. സാധാരണയായി ചിക്കൻ പോക്സ് ചെറിയ രോഗമാണെങ്കിലും ചില കുട്ടികളിൽ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകാറുണ്ട്. ഇതുവരെ സ്വകാര്യമായി പണം നൽകി വാക്സിൻ എടുക്കേണ്ടിയിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ സൗജന്യമായി ലഭ്യമാകുന്നത്. ലേബറിന് തിരിച്ചടി. ഇലക്ട്രിക് കാർ ചാർജറുകളുടെ വിതരണം കുറയുന്നു. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി ബ്രിട്ടനിലെ പൊതു ഇലക്ട്രിക് കാർ ചാർജറുകളുടെ സ്ഥാപനം ആദ്യമായി കുറഞ്ഞു. ഈ വർഷത്തെ ആദ്യ 11 മാസത്തെ കണക്കുകൾ പ്രകാരം 2024 സ്ഥാപിച്ചതിനേക്കാൾ 30% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലേബർ പാർട്ടിയുടെ നെറ്റ് സീറോ ലക്ഷ്യങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും EVയെ ഇത് തടസ്സപ്പെടുത്തിയേക്കുമെന്നും വ്യവസായ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 2030ഓടെ 3 ലക്ഷം ചാർജ് പോയിന്റുകൾ സ്ഥാപിക്കുമെന്ന സർക്കാർ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കുമോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ഉയർന്ന ഊർജ്ജ ചെലവുകൾ, ഗ്രിഡ് കണക്ഷൻ ലഭിക്കാനുള്ള കാലതാമസം, പൊതു സബ്സിഡി പദ്ധതികളിലെ കാലതാമസം എന്നിവയാണ് ചാർജർ വിതരണത്തിലെ കുറവിന് കാരണമായി കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുവരെ 90,000-ൽ താഴെ EV ചാർജറുകളാണ് പ്രവർത്തനത്തിലുള്ളത്. ഉയർന്ന നികുതിയും വൈദ്യുതിക്കു പുറമെ റോഡ് ടാക്സും ഈടാക്കാനുള്ള നീക്കങ്ങളും EV വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. റിഫോം പാർട്ടിയെ നേരിടാൻ ലേബർ പാർട്ടിക്ക് അടിമുടി മാറ്റങ്ങൾ അനിവാര്യമെന്ന് മുന്നറിയിപ്പ്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ റിഫോം UK പാർട്ടിയുടെ വളർച്ച ഒരു വലിയ ഭീഷണിയാണെന്നും ഇതിനെ നേരിടാൻ ലേബർ പാർട്ടി തങ്ങളുടെ നയങ്ങളിലും ആശയവിനിമയ രീതികളിലും അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തണമെന്നും രാഷ്ട്രീയ തന്ത്രജ്ഞൻ സർ ക്രിസ് പവൽ മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ നിലവിലെ പ്രവർത്തനങ്ങൾ പോപ്പുലിസ്റ്റ് രാഷ്ട്രീയത്തെ ഫലപ്രദമായി നേരിടാൻ പര്യാപ്തമല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻ ലേബർ നേതാവ് ടോണി ബ്ലെയറിന്റെ പ്രധാന പ്രചാരണ തന്ത്രജ്ഞനായിരുന്ന ക്രിസ് പവൽ ഗാർഡിയൻ പത്രത്തിലെഴുതിയ ലേഖനത്തിലാണ് ഈ നിരീക്ഷണം പങ്കുവച്ചത്. നൈജൽ ഫരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം പാർട്ടി വൻ ജനപിന്തുണ നേടുന്നതിനിടയിലും ലേബർ പാർട്ടി പ്രതിരോധത്തിനായി കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളായ വിലക്കയറ്റം, ആരോഗ്യ സംവിധാനം, പൊതുഗതാഗതം എന്നിവയിൽ ലേബർ പാർട്ടി കൂടുതൽ വ്യക്തതയോടെ സംസാരിക്കണമെന്നും ടിക്ടോക്ക് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയും യുവജനങ്ങളുമായി സംവാദിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ജനങ്ങളുടെ നിരാശയും ദാരിദ്ര്യവും മുതലെടുത്താണ് റിഫോം പാർട്ടി വളരുന്നതെന്നും ഇത് തടയാൻ ലേബർ പാർട്ടിയുടെ ബ്രാൻഡിങ്ങും ആശയവിനിമയ ശൈലിയും പൂർണ്ണമായും മാറ്റേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഊർജ്ജ ബില്ലുകൾ കുറച്ചും ജീവിത ചെലവ് ലഘൂകരിച്ചും വോട്ടർമാരുടെ വിശ്വാസം വീണ്ടെടുക്കാമെന്ന് കീർ സ്റ്റാർമർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ സമീപനം ഫലപ്രദമല്ലെങ്കിൽ വെയിൽസ്, സ്കോട്ട്ലൻഡ് തെരഞ്ഞെടുപ്പുകളിൽ ലേബർ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാകുമെന്നും ക്രിസ് പവൽ മുന്നറിയിപ്പ് നൽകുന്നു. UKയിൽ അതിശൈത്യം. താപനില -12 ഡിഗ്രി വരെയും മഞ്ഞുവീഴ്ച 16 ഇഞ്ച് വരെയും പ്രതീക്ഷിക്കുന്നു. പുതുവർഷാരംഭത്തിൽ ബ്രിട്ടനിൽ അതിശക്തമായ മഞ്ഞുവീഴ്ചയും കൊടും തണുപ്പും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ജനുവരി 10 ശനിയാഴ്ചയോടെ രാജ്യം കടുത്ത ശൈത്യത്തിന്റെ പിടിയിലാകുമെന്നാണ് പുതിയ കാലാവസ്ഥാ ഭൂപടങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്കോട്ട്ലൻഡ് മുതൽ തെക്കൻ ഇംഗ്ലണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ താപനില കുത്തനെ താഴുകയും കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുകയും ചെയ്യും. ചിലയിടങ്ങളിൽ 42 സെന്റിമീറ്റർ വരെ മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. സ്കോട്ട്ലൻഡിലെ ഹൈലാൻഡ്സ് മേഖലയിൽ താപനില -12 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാം. വടക്കൻ ഇംഗ്ലണ്ടിലെ ചില പ്രദേശങ്ങളിൽ 10 മുതൽ 20 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നു. ലണ്ടൻ ഉൾപ്പെടെയുള്ള തെക്കൻ മേഖലകളിലെ താപനില -2 മുതൽ -4 ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറയാം. ആർട്ടിക് മേഖലയിൽ നിന്നുള്ള തണുത്ത കാറ്റാണ്
ഈ കാലാവസ്ഥാ മാറ്റത്തിന് കാരണം. അതിനാൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.